കണ്ടോ അത് നോർമൽ സൗണ്ട് ഇവിടെ. ഓഹോ സൂപ്പർ. ഇവിടെ വന്നാൽ ഇതെല്ലാം വാങ്ങുന്ന മണ്ണുകൊണ്ടുള്ള വാട്ടർ ബോട്ടിൽ വരണ്ട് ഇവിടെ. എല്ലാം മണ്ണുകൊണ്ടാക്കിയിട്ടാണല്ലോ നല്ല രസത്തില്. ഇത് പണ്ടത്തെ ഷെൽഫ്. ഓൺലി ബൈ ത്രെഡ്. Thread and beads. Oh. There is no wire inside? No wire. And ഈ രീതിയിലുള്ള വീടുകൾക്ക് പറയുന്ന പേരാണ് വരദ ഹട്ട്. അതിന്റെ മോൾക്കൂര ശ്രദ്ധിച്ചറിയാം. ഹലോ, ഞാൻ നിങ്ങളുടെ ജീൻ. രാജസ്ഥാനിൽ ഒരു പുതിയ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നമ്മൾ ഇന്ന് ഉദയ്പൂരിലുള്ളത്. ഉദയ്പൂരിലെ ഈ പാലസുകളും ടൗണും മാത്രം കണ്ട് ബോറടിക്കുന്നവർക്ക് 4 സ്റ്റേറ്റിൻ്റെ, അതായത് ഗുജറാത്ത്, രാജസ്ഥാൻ, മഹാരാഷ്ട്ര, ഗോവ, അങ്ങനെ 4 സ്ഥലങ്ങളുടെ കൾച്ചർ പഠിപ്പിക്കുന്ന ഒരു ഗ്രാമം നമുക്കിവിടെ ഉണ്ട്. അത് ഗവൺമെൻറ് അപ്രൂവ് ചെയ്തിട്ടുള്ളൊരു ഗ്രാമമാണ്. ആൻഡ് അതിൻ്റെ കൂടുതൽ വിശേഷങ്ങളാണ്. ഈ ഗ്രാമത്തിന് പറയുന്ന പേരാണ് ശില്പ് ഗ്രാം എന്ന് പറയുക. അതായത് ശില്പങ്ങളും ആർട്ടുകളും കൾച്ചറുകളും നമ്മളെ പഠിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സ്ഥലമാണ്. എന്നാൽ അതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ അറിഞ്ഞാലോ. ഇവിടെ സ്റ്റോറുകൾ ഒരു അടിപൊളി സ്റ്റോറിലാണ് കാണിച്ചതാവേ. നോക്കിയേ, നല്ല നെസ്റ്റ് ഇസ്ക മെറ്റീരിയൽ കോയറ. അതന്നെ നമ്മൾ വിചാരിച്ച പോലെ ചായ നമ്മുടെ കയറ് വെച്ച് ഉണ്ടാക്കിയിട്ടുള്ളൊരു മെറ്റീരിയലാണ്. അത് വെച്ചിട്ട് കുറേ ചിത്രങ്ങൾ, കുറേ സ്കൾപ്ചേഴ്സ് ഉണ്ടാക്കിയാണോ. നല്ല ഭംഗിയിൽ ഇത് ആനേനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവിടെ. നമ്മൾ ഇവിടെ വെറൈറ്റി കണ്ടിട്ടുള്ള രണ്ടാമത്തെ ഒരു ആർട്ടിസ്റ്റാണ്. അതായത് കല്ലിൻ്റെ മുകളിൽ ഉണ്ടാക്കിയിട്ടുള്ള പല സ്കൾപ്ചേഴ്സ് ഉണ്ട്, ഭയങ്കര രസത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. അതെല്ലാം നമ്മുടെ മാർബിൾ इसका മെറ്റീരിयल क्या है भैया? मार्बल्स है, पक्का मार्बल, लाइक प्योर. ये मकराना मार्बल है ना? मकराना. കണ്ടോ, നമ്മൾ അന്ന് മക്രാനയിൽ പോയിട്ട് വീഡിയോ എടുത്തിട്ട് പല രീതിയിലുള്ള ये पूरा मकराना मार्बल. अलग-अलग तरीके के, कुछ मकराना के भी है, कुछ डूंगरपुर बांसवाड़ा के भी है. ഓഹോ, നമ്മളന്ന് മക്രാന വീഡിയോയിൽ കണ്ടിട്ടില്ല പ്യുവർ വൈറ്റ് മാർബിൾസ്. ആ വൈറ്റ് മാർബിൾസിൽ കൊണ്ടുണ്ടാക്കിയിട്ടുള്ളതുണ്ട് കുറേ സാധനങ്ങൾ, നമ്മുടെ ഉടയ്ക്കുന്ന സാധനങ്ങൾ, പിന്നെ ചെറിയ കല്ല്. നല്ല രസമില്ല ഇതെല്ലാം കാണാം. ഭയങ്കര പ്രിസൈസ്, അത് ഭയങ്കര ഫിനിഷ് കിട്ടുന്ന ഓരോ മെറ്റീരിയൽസ്. അതെല്ലാം മാർബിൾ കണ്ടാൽ പിന്നെ മണ്ണ് കാണണ്ടേ. ദേ മണ്ണ് കൊണ്ടുള്ള ഫുള്ള് സാധനങ്ങൾ. ഇതാ ഒരു ഷോപ്പ്. അതൊക്കെ ഭയ്യാ ഈ ഷോപ്പ്. ഈ പൂര മിട്ടി. യോ കാലെടുത്ത് വെക്കാൻ പറ്റില്ല. കണ്ടോ, ചെറിയ ചെറിയ മണ്ണിൻ്റെ സാധനങ്ങൾ. देखो इसमें नीचे से तेल डालते हैं, कोई भी तेल डालना है इधर से डाल दो, वापस सीधा करेंगे तो आता नहीं. पर्वती लगा दो, फिर जलाओ. निकालना कम ज़्यादा करना, फिर और इतना मजबूत भी होता है, कितनी भी दूर लेकर के जाओ टूटेगा भी नहीं. ये देखिए इतना हार्ड होता है, कैसे भी लेके जाओ कोई दिक्कत नहीं. वेजिटेबल देखिए विशीले आवाज़ आती है. ये थोड़ा सा मुँह में लेना. ऐसा ही रहेगा. इसमें जब पानी डालेंगे तो चिड़िया वाली സൗണ്ട് മാറും. കണ്ടോ, അത് നോർമൽ സൗണ്ട് ഇവിടെ. ഓഹോ സൂപ്പർ. കറക്റ്റ് കിളിയുടെ സൗണ്ടാ. പൊളി സാധനം. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. കിത്തന ഭയ്യ? 60. ഇതൊന്നും എടുത്താലും നല്ല രസമുണ്ട് കേട്ടോ. സൗണ്ടാ മാറി ഇതിൽ വെള്ളം ഒഴിച്ചപ്പോൾ. ആൻഡ് വെള്ളം തിരിച്ചൊഴിച്ചാൽ വീണ്ടും പൊളി സാധനം. ഇതെനിക്കൊന്നും എടുക്കണം എന്നുണ്ട് കേട്ടോ. നൈസ്. അത് നമുക്കൊന്ന് എടുത്തു നോക്കാം. എന്താ ഒരുപാട് മണ്ണിൻ്റെ ഗ്ലാസ്സുകളും ചെറിയ ഗ്ലാസ്സുകളും ഉണ്ട് ഇവിടെ. ഇവിടെ ഉണ്ട് ഒരുപാട് വേറെ രീതിയിലുള്ള ചിത്രങ്ങളും കണ്ടു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ വന്നാൽ ഇതെല്ലാം വാങ്ങുന്ന മണ്ണുകൊണ്ടുള്ള വാട്ടർ ബോട്ടിൽ വരെ ഉണ്ട് ഇവിടെ. കിട്ടു സാധനം. കൂട്ടത്തിൽ ഞാൻ കണ്ടൊരു സാധനമാണ് വൈൻ ഗ്ലാസ് മണ്ണുകൊണ്ട് ഉണ്ടാക്കി വെച്ചേക്കാം. പക്ഷെ ഇതുകൊണ്ട് ഇതിലെത്രത്തോളം ഇതുണ്ടതല്ല. കാരണം വൈൻ ഗ്ലാസ് വെറുതെ ഉണ്ടാക്കിയതല്ല. ഗ്ലാസിന്റെ മെറ്റീരിയലൊക്കെ അതിൻ്റെ ഒരു കുറെ സയൻസ് ഉണ്ട് അതിന്റെ പേരിൽ. ബട്ട് നൈസ്. ഇങ്ങനെ കുടിക്കുന്നതൊക്കെ പറയുന്നത്, പക്ഷെ തട്ടിക്കൂട്ടാണ്. ब्रांड भले ही कैसा भी हो, इसमें टेस्ट अच्छा आएगा. आप क्या ब्रांड यूज कर रहे हैं? मैं सब मिक्स ब्रांड रहती है. मिक्स ब्रांड കോക്ടെയിൽ. നൈസ്. ഇത് നമുക്കൊന്നും എടുക്കാം. ശില്പ് ഗ്രാം വന്നതിൻ്റെ ഓർമ്മയ്ക്ക് എന്തെങ്കിലും വേണമല്ലോ. നമ്മളെപ്പോഴും ഒരു ഓർമ്മയ്ക്ക് എന്തെങ്കിലും കൊണ്ടുവന്ന കൂട്ടത്തിൽ ഈ സാധനം വേണ്ടി കിളി. നല്ല രസമുണ്ട് കേട്ടോ. അത് ന്യൂ ഐഡിയ ആണോ എന്ന് ചോദിച്ചാൽ അത് മുന്നുള്ളതാണ്, പക്ഷെ എനിക്കറിയണ്ടായിരുന്നില്ല. ആൻഡ് സാധനം വീട്ടിലെടുത്ത് വയ്ക്കാൻ പറ്റിയ ഒരു സദർവാണ്.
ഇവിടെ കല്ലിൻ്റെയും മണ്ണിൻ്റെയും വർക്ക് കാണുന്നതിൻ്റെ ഒപ്പം തന്നെ ഒരു ഹാൻഡ് മെയ്ഡ് ഷോപ്പ് കിട്ടിയിട്ടുണ്ട്. ഈ ചേട്ടനായ ഷോപ്പിനാണ് आपका नाम क्या है भैया? सतीश पटवा. सतीश. And this is shop regarding? हाँ, ये सतीश पटवा के आर्ट एंड क्राफ्ट करते हैं और थ्रेड वर्क करते हैं. Okay, thread So works. this is making by thread work, Okay, and I show you demonstration Uh-huh. how I make for this. okay, I'm making lot of things, but I show you shortest demonstration. okay, So same type making nice cotton ball first, then I use only thread here okay, and making nice cotton ball. And inside the no beads, only thread, only thread. only thread. And I'm coming from the village. My village here to 300 meter far, very small village from Kishangarh. Kishangarh, yeah, Near yeah, like near Ajmer also. Near Ajmer. I know Kishangarh. I came Pushkar. This is complete. You can Okay, press this wall. okay. You can press. I'm making very strong ball. Strong na? So I starting to here. ഓ അമർത്താൻ പറ്റുന്നില്ല. Okay, First I'm you. making this type ball here. Okay. Then put it some stone beads or silver beads, any type of beads. Uh-huh, Then making 3 more balls. uh-huh. Then Oh, earring complete, and this earring inside no wire. no wire. I think you making in college time 1 wire and 2 beads. Yeah, wire will be But inside. inside no wire, only thread. Only thread work. Yes. Oh. And this is no big money. I selling only 60 rupees. 60 rupee. So this type making lot of jewelry. Okay. So ഇതിനാണ്. Same style. I'm making lot of variety. Uh-huh. This is making by thread. Only by thread. This is only thread and beads. Thread and beads. Oh. There is no wire inside. No wire inside. Oh. You know, black Super. thread. Yeah. Same type making. This is good quality. Never seen other press. Oh, കിഡു സാധനം. അതായത് You can press this ball. Very strong thread. yeah, very strong. Yeah, ഇത് അമർത്താൻ പറ്റില്ല. അത്രയും സ്ട്രോങ് ആയിട്ട് അത് And I use ചെയ്തിട്ടുള്ളത്. now raw material is not iron. Okay. Raw material is zinc and copper. Okay. This is alloy. And inside na thread. This is very strong thread. I show you. You check. Yeah, this is so strong. Yeah, I know. Yes, check. Uh-huh. Oh. Yeah, I so use 4-5 painful. times for this. Oh. Very strong thread. Oh, super. So long time as it is. ഇത് കണ്ടോ, ഇതിന്റെ മുകളിൽ ഈ കല്ലിന്റെ വർക്ക്, കല്ലല്ല ഒരു മെറ്റലിന്റെ വർക്കും അതിൽ ഇത് വെച്ചിട്ട് ത്രെഡ് വെച്ചിട്ടുള്ള ഓൺലി ത്രെഡ് വർക്കാ. നൈസ്. ആൻഡ് ഹൗ മച്ച് ഫോർ ദീസ് ഓൾ? 350. ഹാൻഡ് മെയ്ഡ് വൺ. ദിസ് ഇസ് സോ നൈസ്. This is 60 rupees. This is 3. ഓക്കെ, കുറേ വർക്കുണ്ട് ഇവിടെ, എല്ലാം ഹാൻഡ് മെയ്ഡ് ആണ്. Thread work. ത്രെഡ് വർക്ക്. ഓ, ദിസ് വൺ ഇസ് ത്രെഡ് വർക്ക്. ഓഹോ. നോക്കി, ഇത് കറക്റ്റ് ത്രെഡ് വർക്കാണ്. അതിന് മുകളിൽ ബീഡ്സ് പിടിപ്പിച്ചേക്കാം. Many people buying online. So I have a Instagram ID. Satish.handicraft. Satish.handicraft. My Okay. Instagram ID. Any people buying, so you call me. My mobile number 9509832465. Okay, I will mention here. ഞാൻ കൊടുത്തു തരാം, നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങാം. ആൻഡ് ദിസ് ഫ്രം പുഷ്കർ. സോ ഒതൻറ്റിക് രാജസ്ഥാൻ ഹാൻഡ് മെയ്ഡ് ക്രാഫ്റ്റ് വേണമെങ്കിൽ ഞാനിവിടെ നമ്പർ കൊടുക്കാം. ചേട്ടൻ നൈസാണ്. So I won't buy anything. Don't misunderstand me. No problem. Okay. Buy it. Don't buy. But because I'm a budget traveler, I wanted to explore these things and I'm not going to buy anything. But those are very cheaper. Which one? These are. And how we make, I show you. കേട്ടോ, ഇവിടെ മൊത്തം ചിത്രങ്ങളാണേ. അതാണ് ഞാൻ ഫസ്റ്റ് വാങ്ങുന്നില്ല എന്ന് പറയാം. കാരണം പോയി കഴിഞ്ഞ് ഇവന്മാർ ഇരുന്നാൽ മതി എന്ന് പറയും, പക്ഷേ വാങ്ങിയിട്ടേ പോയിട്ടുള്ളൂ. അത്രയും ഭംഗിയുള്ള ചിത്രങ്ങൾ അവിടെ വയ്ക്കുന്നത്. എന്താ ഈ ചേട്ടൻ വരയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എന്താണ് വരയ്ക്കുന്നത് എന്നും അറിയില്ല. കണ്ടോ, മൊത്തം നല്ല നല്ല ചിത്രങ്ങളുണ്ട് അവിടെ. And I am from Kerala. From Kerala. Yeah. Now making elephant. This one is elephant. Elephant for good luck. Actually, our state Rajasthan in 3 symbols very famous. Elephant for good luck, horse for power, and camel for love. Oh. And the elephant from Jaipur, and the horse here Udaipur, and camel from Jaisalmer. Jaisalmer, yeah, I know. Bigger thing, elephant for good morning, horse for good afternoon, camel for good night. Good night. And those 3 symbols, our painting is very famous. It's so finite drawing. ഭയങ്കര പ്രിസൈസ് ആയിട്ടാണ് വരയ്ക്കുന്നത്. ഈ ചിത്രം നിങ്ങൾ ശ്രദ്ധിച്ചേ. ഇതിൽ ആനുണ്ട്, കുതിരയുണ്ട്, ഒട്ടകമുണ്ട്. ഇത് ഒരു ക്ലോത്ത് മെറ്റീരിയലിൻ്റെ മുകളിൽ അവർ ചെയ്തിട്ടുള്ളത്. എത്രത്തോളം ക്ലിയർ ആണെന്ന് അറിയില്ല കേട്ടോ. ഒരു ക്ലോത്തിൻ്റെ മുകളിലാണ് ഇത് പെയിൻറ്റ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ബ്യൂട്ടിഫുൾ എന്ന് പറയില്ലേ, നല്ല ബോർഡർ കൊടുത്ത്
ചെയ്ത ഒരു വർക്കത്. ഇത് നല്ല അഫോർഡബിൾ ആയ പെയിൻറ്റിങ്സ്. ദിസ് ആ ഹാൻഡ് പെയിൻറ്റിങ്, ദിസ് ആ ഹാൻഡ് പെയിൻറ്റഡ്. ഓ എന്ത് രസം നോക്കിയേ, ഹാത്തി, ആന. ഗുഡ് ലക്ക് ഓൺ പോസ്റ്റർ. ഓ യു ഹാവ് മോർ വൺ. ഓഹോ ഹോ. പെയിൻറ്റിങ്ങൾ ഇതിൻ്റെ മുകളിലോ ഇസ്ക മെറ്റീരിയൽ ക്യാ ഭയ്യ? സിൽക്ക്. ഓ സിൽക്കിൻ്റെ മുകളിലെ ചിത്രങ്ങൾ വരച്ചാണ്. ആൻഡ് ഇതും സെയിം തന്നെ, ഹാത്തി, കുതിര, ഒട്ടകം. ഒരു രാജസ്ഥാൻ്റെ ഒരു കൾച്ചർ എന്ന് പറയില്ല, അതിന് വേണ്ടിയിട്ടാണ് ഈ 3 ചിത്രം എല്ലാറ്റിലും ഇവർ കൊടുക്കുന്നത് കേട്ടോ. ഇത് വന്നവർക്ക് നൈസായിട്ട് വാങ്ങാവുന്നേ ഉള്ളൂ. പെയിൻറ്റിങ്കാരും ആർട്ടിസ്റ്റുകളും നമ്മളെ ജസ്റ്റ് ഒന്ന് വിളിച്ചു വരുത്തും, ഇത് കണ്ടാൽ മതി എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അവിടെ നിന്ന് എന്തെങ്കിലും വാങ്ങാൻ നമുക്ക് പോരാൻ പറ്റില്ല, കാരണം അത്രയും നൈസ് ആർട്ടാണ്. ഇവിടെ വരച്ചാലുണ്ടോ, ഇത് വരച്ചാൽ ഉണ്ടാക്കിയാണെന്നാണ് നമ്മുടെ ഹവാമഹൽ, ജയ്പൂർ ഹവാമഹലിൻ്റെ ഒരു മോഡല് ഇവരോട് ഉണ്ടാക്കി വെച്ചാകാം. അത്യാവശ്യം ഒരു പകുതി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവിടെ 5 നിലയാണ്, ഇതിലൊരു 4 നിലയോളം അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കാണുന്നതാണ് മൊത്തം കണ്ടോ, ഹട്ടുകൾ, ചെറിയ ചെറിയ ഹട്ടുകളാണ്. അതിൻ്റെ അവിടെ കുറേ പേര് ഇരുന്നിട്ട് ഡാൻസ് കളിക്കുന്നുണ്ട്, മറ്റേ പാട്ട് പാടുന്നുണ്ട്, അത് കേൾക്കാനും ആൾക്കാരുണ്ട്. ആൻഡ് ചെറിയ ചെറിയ ഹട്ടുകൾ, മണ്ണ് കൊണ്ട് ഉണ്ടാക്കിയ ഹട്ടുകൾ വിത്ത് പുല്ല് കണ്ടു. നമ്മുടെ ഈ രാജസ്ഥാൻ മരുഭൂമിയുടെ ഭാഗത്ത് കിട്ടുന്ന ഒരു തരം പുല്ലാണ്. നമ്മൾ രാജസ്ഥാനിൽ പോകുമ്പോൾ ഇത് ഒരുപാട് കാണിച്ചാൽ, രാജസ്ഥാനിൽ പോകുമ്പോൾ ഒരു റീൽ നമ്മൾ എടുക്കുന്നുണ്ട്. അത് ഈ പുല്ല് വരുന്നത് നമ്മുടെ വെറുതെ നിൽക്കുന്ന ഒരു പുല്ല്, ആ പുല്ല് അവർ ഉണക്കി അത് വെച്ചിട്ടാണ് പണ്ടുള്ള വീടുകളുടെ മേൽക്കൂര ഉണ്ടാക്കിയാണ്. ആൻഡ് ഇത് ചോരില്ല, അതാണ് നല്ല കട്ടിയിലുണ്ടാക്കിയാലും ഇത് ചോരില്ല, നല്ല രസം അത്. ഇവിടെ ഇതിൻ്റെ വീട് നമ്മൾ തുറന്നിട്ടുണ്ട്. ആൻഡ് തുറന്ന വീടിൻ്റെ ഉള്ളിൽ അയ്യോ എന്ത് രസം നോക്കിയേ, കാണാൻ റിലേറ്റ് ആകുമ്പോൾ നല്ല തണുപ്പാട്ടോ ഇതിൻ്റെ ഉള്ളിൽ. ചികിത്സാ സുഖം, നല്ല തണുപ്പ് ഇതിനുള്ളിൽ. ആൻഡ് കുറേ ആർക്കിടെക്ചേഴ്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ, ഞാൻ കാണിച്ചുതരാം. നോക്കിയാൽ നല്ല ഭംഗിയിലുള്ള ആർക്കിടെക്ചേഴ്സ്, അതും നമ്മുടെ മിററൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ള, എല്ലാം മണ്ണുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളൂ. നല്ല രസത്തിൽ പണ്ടത്തെ ഷെൽഫ്, അയ്യോ എന്ത് രസം നോക്കിയേ. ഇതെല്ലാം ചോരാത്ത രീതിയിൽ ഉണ്ടാക്കിയിട്ടുള്ള ഡിസൈൻ. ഈ പുല്ലിൻ്റെ പ്രത്യേകത ചോരാത്ത രീതിയിൽ ഉണ്ടാക്കിയതാണ്. ആൻഡ് വിത്ത് നല്ല നല്ല ഡിസൈനും കൊടുത്തിട്ടുണ്ട്. ഓ വിത്ത് മിറർ, ചെറിയ ചെറിയ മിറർ കൊടുത്തിട്ട് കാണാണ്ട 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 എന്താ ചെറിയ ജനലൊക്കെ കൊടുത്ത് ആ പഴമ നിലനിർത്തുന്ന പോലെയാണ് ഇത് കെട്ടി വെച്ചിട്ടുള്ളത്. ഇവിടെയൊക്കെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇനി ഇത് കാണണമെങ്കിൽ നമ്മുടെ ജയ്സൽമീർ പോകണം. അവിടെ കുറേ സ്ഥലത്ത് ഇപ്പോഴും ഇതിങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്, അതും പല ഡെസേർട്ടിൻ്റെ ഉള്ളിലായിട്ട്. ഇവരിത് മൊത്തം ഡിസൈൻ ചെയ്തുകൊണ്ടോ ആ പഴമ നിലനിർത്തിക്കൊണ്ടാണ്. ഇവർ ബുള്ളോട്ട് ഇരിക്കുന്നുണ്ടോ, മൊത്തം പഴമ അതുപോലെ നിർത്തിക്കൊണ്ട് ആ ഒരു വീടിൻ്റെ ഒരു ഉമ്മറവും അതിൻ്റെ ചിത്രങ്ങളും. ഈ ചിത്രത്തിനൊരു പേരുണ്ട്, ഈ പേരറിയാവുന്നവർ കമൻറ്റ് പറയാം, അല്ലെങ്കിൽ ഞാൻ ഈ വീഡിയോ ലാസ്റ്റ് വേണമെങ്കിൽ പറഞ്ഞുതരാം. നല്ല രസമുള്ള ചിത്രങ്ങൾ അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. അതിൽ തന്നെ നല്ല പെയിൻ്റ് അടിച്ച് വൃത്തിയാക്കി വെച്ചിട്ടുള്ള വാതിലുകളും മണ്ണുകൊണ്ട് ഉണ്ടാക്കിയ ചുമരുകളും ഈവൻ മണ്ണുകൊണ്ട് ഉണ്ടാക്കിയ ഉമ്മറ മരമുണ്ട്. ഒരു പഴമ വരുന്ന ഫോറിനേഴ്സിനാണെങ്കിലും നമുക്കാണെങ്കിലും തോന്നാം എന്നുള്ള രീതിയിൽ ഉണ്ടാക്കി വെച്ചാൽ. നല്ല തണുപ്പാട്ടോ, നല്ല വെയിൽ പുറത്തുള്ളതുകൊണ്ടാ ഇതൊക്കെ കാരണം നല്ല തണുപ്പ് അവിടെ നിൽക്കാൻ. കണ്ടു, ഈ ഒരു മെത്തേഡിന് പറയുന്ന പേരാണ് വർദ്ധ ഹട്ട്. അത് മഹാരാഷ്ട്രയിലാണ്. ഇത് കണ്ടു, ഇത് കൂടുതലും പണ്ട് മഹാരാഷ്ട്ര ഭാഗങ്ങളിൽ മുള വെച്ചിട്ട് പണി ചെയ്യുന്ന ആൾക്കാരുണ്ടാക്കിയിരുന്ന വീടാണ്. അതിൽ മുള വെച്ചിട്ടുണ്ടാക്കിയ ചുമരുകളിൽ മണ്ണ് വെച്ചിട്ട് ഇവർ പ്രൂഫ് ചെയ്യും. അതായത് വാട്ടർ പ്രൂഫ് എന്ന രീതിയിൽ, വെള്ളമൊന്നും വരരുത്, പ്രൈവസിക്കും വേണ്ടിയിട്ട്. ആൻഡ് ഈ രീതിയിലുള്ള വീടുകൾക്ക് പറയുന്ന പേരാണ് വരദ ഹട്ട്. അതിന് മോൾക്കൂര ശ്രദ്ധിച്ചറിയാം. അതും ചെറിയ രീതിയിൽ നമ്മുടെ പണ്ടത്തെ ഓടാണ് കേട്ടോ, ഓട് വെച്ചുണ്ടാക്കിയിട്ടുള്ളത്. നല്ല രസമില്ലേ, നല്ല രസമുണ്ടല്ലേ. ഇത് രണ്ടാമത്തെ ഒരു തരം വീടാട്ടോ. അതായത് അവിടുത്തെ ഒരു വരദ കൺസ്ട്രക്ഷൻ മഹാരാഷ്ട്ര ഏരിയയിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ഇതാണ് ഭുജോതി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെത്തേഡ്. ഇത് ഭുജ് ഏരിയയിലത്തെ, പണ്ട് ഗുജറാത്തിലെ ഭുജ് ഏരിയയിൽ ഉണ്ടാക്കിയിരുന്ന ഒരു മെത്തേഡാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെങ്കിൽ മണ്ണിൽ നിന്നും ഉയർന്ന ഒരു ഫ്ലോർ ഉണ്ടാക്കിയിട്ട് ആ ഫ്ലോറിൻ്റെ മുകളിലാണ് നമ്മുടെ വീട് ഉണ്ടാക്കുന്നത്. അതായത് നമ്മുടെ ഇപ്പോഴത്തെ നമ്മുടെ കേരളത്തിലെ വീടുകൾ ചെയ്യുന്ന പോലെ തന്നെ അതിനുള്ള സ്റ്റെപ്പോഴും ഒരു ഉയർന്ന പ്ലാറ്റ്ഫോമിൻ്റെ മുകളിലാണ് വീട് വരുന്നത്. അപ്പോൾ വീടുകളുടെ ടൈപ്പ് പറഞ്ഞു വരുമ്പോൾ തന്നെ നമ്മൾ അടുത്തത് പറയാൻ പോകുന്നതാണ് ഒരു ഡബിൾ സ്ട്രോയിഡ് ഒരു വീട്. ഇത് പെത്താപൂർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡിസൈനാണ്. ഗുജറാത്തിലെ പെത്താപൂർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഗ്രാമത്തിൽ ഉണ്ടായ ഒരു തരം ഡിസൈനാണ് ഇത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് 2 നില വീടാണ്, കൂടാതെ മൊത്തത്തിൽ മരം കൊണ്ടുള്ള ഡിസൈനാണ് ഇതിന് വരുന്നത്. ഇതിൻ്റെ ചുമരും മരം തന്നെ, ജനലുകളും മരം തന്നെ, വാതിലുകളും മരം തന്നെ.
എല്ലാം മരത്തിൽ വരുന്ന ഒരു ഡിസൈൻ ആയതുകൊണ്ട് തന്നെ അവർക്ക് ഈ ഒരു ഡിസൈൻ ഭയങ്കര പ്രൗഡായിരുന്നു. അവരുടെ ഗ്രാമത്തിൻ്റെ ഒരു പ്രൗഡായിരുന്നു ഈ ഡിസൈൻ. കൂട്ടത്തിൽ മരത്തോണ്ടാണ് ഉണ്ടാക്കിയത് എന്നുള്ളതുകൊണ്ട് പിന്നെ അതിൻ്റെ കൊത്തുപണിയുടെ കാര്യം പറയണ്ടല്ലോ. നല്ല ബ്യൂട്ടിഫുൾ കൊത്തുപണിയാണ്. നമ്മുടെ ഇപ്പോഴത്തെ വീടുകളിൽ നമ്മൾ പല ഉമ്മറത്തെ വാതിലുകളും കൊത്തുപണിയുള്ളത് വെക്കില്ലേ, അതിൻ്റെ ഒക്കെ ഒരു ഇൻസ്പിറേഷൻ ഇതിന്നാണോ എന്ന് എനിക്കറിയില്ല. ബട്ട് ഇതും ആ സെയിം രീതിയിലുള്ള പല കൊത്തുപണികളും ഇവിടെ ഉണ്ട്. അങ്ങനെ വീടുകളുടെ ടൈപ്പ് പറഞ്ഞു പോകാനാണെങ്കിൽ ഒരുപാട് ടൈപ്പുകൾ ഇവിടെ നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ ഒരു പിത്തോര എന്ന് പറഞ്ഞിട്ട് ഒരു മെത്തേഡ് ഉണ്ട്. ഇതേ അങ്ങനത്തെ ഒരു വീടുകളുണ്ട്. പിന്നെ അതാ അവിടെ ഇനി ഒരുപാട് ടൈപ്പ് ഓഫ് വീടുകളുണ്ട്. അതെല്ലാം കാണിച്ചു തരാൻ നമുക്ക് ടൈം കൺസ്യൂമിങ്ങിൻ്റെ കുറച്ച് പ്രശ്നമുണ്ട്. സോ ഇവിടെ വന്ന് തന്നെ ഇതെല്ലാം കാണാം. എക്സ്പീരിയൻസ് എന്ന് പറയില്ലേ, എക്സ്പീരിയൻസ് ഈസ് ബെസ്റ്റ്. അങ്ങനെ പറഞ്ഞു വരുമ്പോൾ ഒരുപാട് ആർട്ടുകളും പഴയ വീടുകളും അതിൻ്റെ കുറേ കൾച്ചറൽ കാര്യങ്ങളും കാണിച്ചു തരാനാണ് മറ്റേ ശില്പഗ്രാം ഉള്ളത്. ആൻഡ് ഉദയ്പൂറൊക്കെ വരുമ്പോൾ വരാൻ പറ്റിയൊരു സ്ഥലമാണ്. അധികം ടിക്കറ്റ് റേറ്റും ഇല്ല. നമുക്ക് നല്ല രീതിയിൽ ഭയങ്കരമായിട്ട് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ്. ഐ വിൽ റെക്കമെൻഡ്. കൾച്ചർ അങ്ങനത്തെ കാര്യങ്ങൾ പഠിക്കണം, കാണണം എന്നുള്ള ആൾക്കാർക്ക് ഇത് പറ്റിയൊരു സാധനമാണ്. എൻ്റെ ഭാഗത്തുനിന്നും ഇവരുടെ ഭാഗത്തുനിന്നും ടാറ്റ.